ഇന്ന് കോളേജ് ക്ലാസ് എല്ലായിരുന്നു ഫീൽഡ് ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കിട്ടിയ ബസ്സിന് കയറി പിന്നെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നടക്കാൻ തുടങ്ങി. സംഭവം ഞങ്ങളുടെ പരിപാടി ബേപ്പൂരേക്ക് വിടാനാണ്. ബേപ്പൂർ ബസ്സാണ് മുന്നിലൂടെ പോകുന്നുണ്ട്. എന്നാൽ ക്ലാസ്സിൽ കുറച്ച് പേര് കൂടി എത്താത്തതുകൊണ്ട് അവിടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കോളേജിലെ എല്ലാ പുള്ളിക്കാരന്മാരും പുള്ളിക്കാരികളും എത്തിയപ്പോൾ ഞങ്ങൾ നേരെ ബസ് കയറി വിട്ടു ബേപ്പൂരേക്ക്. അങ്ങനെ അവസാനം ഞങ്ങൾ ബേപ്പൂർ സുൽത്താൻ്റെ നാട്ടിലെത്തി. അവിടെ പുള്ളിയുടെ ചിത്രവും പുസ്തകങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ജങ്കാർ കയറി. കാരൊക്കെ ഏതാ ലുക്കില്ലേ. ഞങ്ങൾ ഈ ജങ്കാറിൽ നടന്നു കയറിയപ്പോൾ ചിലരീ കാണുന്ന ഓട്ടോറിക്ഷയിലും കുടിസിലും ഒക്കെയാണ് ജങ്കാർ കയറിയത്. എന്തിനധികം പറയുന്നു, ഒരു തോണിയല്ല കുടിസിന് മുകളിൽ കിടക്കുന്നത്. അങ്ങനെ എന്തായാലും ഇതിനകത്ത് കയറി കായലിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാഴ്ച കാണുന്നത് മുട്ടിയെ പിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ആരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒഴിച്ചോട്ടെ. സാറാണെങ്കിൽ കയ്യിൽ നിന്ന് എന്തോ സാധനം കളഞ്ഞു പോയിട്ട് അത് തിരയുന്ന രീതിയിൽ കായലിലേക്ക് കുറേ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഞങ്ങളങ്ങനെ കായലിൻ്റെ ഇപ്പുറ സൈഡിലെത്തി. അവിടെ സ്പീഡ് ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോകേണ്ട അടുത്തെത്താൻ കുറച്ചുകൂടി നടക്കണം. അതുകൊണ്ട് നടക്കുന്ന തിരക്കിലാണ് ഇവർ രണ്ടുപേരും. പുള്ളിയുടെ ഓട്ടവും സന്തോഷം കണ്ടറിയാം. കാര്യമായിട്ടുള്ള എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചിട്ട് വരികയാണ്. ഭാരം ഇറക്കി വെച്ച സന്തോഷത്തിൽ പുള്ളിക്കാരനും കൂടെ ഞങ്ങളും പിന്നെയും നടക്കാൻ തുടങ്ങി. ആകാശത്താണ് പരുന്തൊക്കെ പറക്കുന്നുണ്ട്. ആകാശം കാണാൻ ഒരു രക്ഷയില്ല. ഏതായാലും ആകാശം മാത്രമല്ല മൊത്തത്തിൽ കാണാൻ ഏതായാലും. അതിനടുക്കാണ് ഞാൻ ഇത് കാണുന്നത്. ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ക്യൂട്ട്നെസ് വാരി തരുന്ന ഒരു പ്രത്യേക തന്നെ ജീവിയാണ് ഇത്. ബസ് ഓരോ സ്റ്റോപ്പിൽ ആളെ കയറ്റാൻ നിർത്തുന്ന പോലെ ഓരോ സ്ഥലത്തും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ വിചാരിച്ച സ്ഥലത്ത് എത്തിയില്ല. അവസാനം എന്തായാലും വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നനച്ച വണ്ടി കിട്ടി നനച്ച സ്ഥലത്ത് എത്തിയുള്ള സന്തോഷമാണെന്ന് തോന്നുന്നു സാറുമാരുടെ മുഖത്ത്. ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് ദൂരം ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് കറങ്ങി അങ്ങനെ അക്കരെ എത്താൻ ഞങ്ങൾ വീണ്ടും ജങ്കാർ കയറി. അപ്പോഴേ കാണുന്ന ഒരു കാറല്ലേ റിവൈസ് അടിച്ച് വരുന്നത്. ജങ്കാറിൽ എന്തും പോകില്ലേ. പുള്ളിക്കാരൻ എന്ത് ജങ്കാർ എവിടെ നിന്നാലും ഈ പുള്ളിക്കാരൻ ആറ്റിറ്റ്യൂഡ് ഒരു ഫോട്ടോ എടുക്കുക. അതാണ് പുള്ളിയുടെ മെയിൻ. ജങ്കാറിൽ നോൺ സ്മോക്കിംഗ് ബോർഡ് വെച്ചിട്ട് ജങ്കാറിന് തന്നെ പുക വരുന്നല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന തിരക്കിലാണ് സാറുമാർ രണ്ടാളും. സാറ് കുറച്ച് നേരം ഇവിടെ കിടന്ന് തള്ളുന്നു. സാറ് തള്ളു കെട്ടി ജങ്കാർ മറിച്ചിടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറി. ബസ്സിന്റെ ബാക്കിൽ തന്നെ സാറ് ബൈക്ക് ആയിട്ടുണ്ട്. ബസ്സിന് പുറത്താണ് മഴ ആയതുകൊണ്ട് വാട്ടർ സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബസ് ഇറങ്ങി ഞങ്ങൾ നേരെ വിട്ടത് ഫുഡ് കഴിക്കാനാണ്. ഭക്ഷണം മുന്നിൽ എത്തിയോ പിന്നെ സാർ ഇനി നടക്കപ്പുറത്ത് യുദ്ധം എന്ന മട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാണുന്ന സാറ് മനസ്സിലാവും. എന്തായാലും അങ്ങനെ ഫുഡ് കൊണ്ടുവയ്ക്കലും വിളമ്പലും കഴിക്കലും തീരലും എല്ലാം പെട്ടെന്നായിരുന്നു. ടൗണിലാണ് ഇവിടുത്തെ ബ്ലോക്കുമായി. അവസാനം ബസ് കിട്ടി ബസ് കയറി നാട്ടിലെത്തി. അപ്പോൾ ഇത്രയുള്ളൂ.